എന്തൊക്കെ അടുക്കളയില് നിങ്ങളോട് എത്ര ദിവസമായി പറയുന്നു ഇറ്റങ്ങളെ കൊല്ലാൻ വിഷം കൊണ്ടുവരാൻ? ഫാബി, ഓര് ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ലേ? ഓരെ നമ്മക്ക് കൊല്ലാനല്ലേ പറ്റുള്ളൂ. ഒന്നിനെയും സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുവോ? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യല്ല. എഴുതാ വായിക്കാനല്ലാണ്ട് ഈ പേരത്തെ കാര്യങ്ങളൊന്ന് നോക്കിക്കൂടെ? ഫാബി, എലിയും പൂച്ചയൊക്കെ കൊറേ ആൾക്കാരെ ദൈവങ്ങളല്ലേ. നമ്മൾ ഓലെ കൊല്ലണത് ശരിയാണോ? നിങ്ങളോട് തർക്കിച്ചിട്ട് കാര്യല്ല, ഞാൻ പോവാ. ഔ, എന്തൊരു നീറ്റലും പൊളിച്ചലും. ഫാബിയെ, ഇജ്ജ് ഒന്നിങ്ങോട്ട് ഓടി വാ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? കൈത്തണ്ടിയിൽ ഒരു വേദന, എന്തോ കുത്തിയ മാരി. റബ്ബേ, 2 ചോന്ന പാടുകൾ. ഇമ്മ ഒരു തേള്. എടി, അതിന് വേഗം ചിക്കിയാണ്ട് പുറത്തേക്ക് കളയടി. നിങ്ങളൊരു കാര്യം, ഞങ്ങളൊക്കെ കൊല്ലണം. വിഷണ്ടാവും, നല്ല നീറ്റലും. നിങ്ങൾ ആ ടോർച്ച് എടുത്തിട്ട് ഇന്നപ്പം അങ്ങോട്ട് പോരി. നമുക്ക് ആടലോടകത്തിന്റെ ഇല പറിച്ച. ഹാവൂ, ആ മരുന്ന് ഏറ്റിരിക്കണു. വേദന മാറി. ദൈവം തമ്പുരാന് സ്തുതി. ഇനി കുറച്ചേരം പത്രം വായിച്ചിട്ടിരിക്കാം. കണ്ടോ, 10-30 കരിക്ക് വീണ് കിടക്കണ്. നാളെ തുറന്നിക്കണ്. എലി കൊത്തിയതാ. എത്ര ദിവസമായി പറയുന്നു എലി വിഷം വാങ്ങാൻ? ചോറിലെ പറ്റില വിഷം വെച്ച് കൊല്ലം വെച്ചങ്ങളെ. കൊല്ലുന്നത് ശരിയാണോ? അവരും മനുഷ്യന്മാരെ പോലെ ഭൂമിയിലെ സൃഷ്ടികളല്ലേ? അവർക്കുമില്ലേ അവകാശങ്ങള്? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യല്ല, ഞാൻ പോവാ. ഞാൻ ഇന്നും ടേബിള് കയറി നോക്കി. ഇന്നും ഉണക്കണോ 10-30 കരിക്ക്. എന്റെ പഠിച്ചോനെ, ഇതിനൊക്കെ എന്താ ചെയ്യാ? നിങ്ങൾ എന്തേലും കേക്കുണ്ടോ? ഞാനൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് എന്തോന്നും ഉണ്ടാത്തേ? നിങ്ങൾ ഈ പേരന്റെ ഉള്ളിക്കൊന്ന് കയറി നോക്കി. അതെന്തിനാ? 500 എട്ടുകാലി, 50 പാച്ച, 2000 ഉറുമ്പ്. അതിനൊക്കെ കശ്മല, എന്നിട്ട് ജന്ത ചെയ്തു? കൊന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? ഓൽക്കും ജീവിക്കണ്ടേ? തേങ്ങാക്കൊല. തോളുകുത്തിയ വേദന മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, നല്ല ഓർമ്മ ഉണ്ട്. എന്നാലേ വേഗം പോയി എലിവശം വാങ്ങി വാ. പാപി, അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ?